Question number 76. What is the super elevation expressed in percentage terms required for a rod curve of radius 1000 meter if the design speed is 100 km per hour? ഇവിടെ സൂപ്പർ എലിവേഷൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പെർസെൻറ്റേജിലാണ് വേണ്ടത്. അപ്പോൾ എന്താണ് സൂപ്പർ എലിവേഷൻ? ഹൊറിസോണ്ടൽ കർവ്സിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി റോഡിൻ്റെ ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനേക്കാൾ സ്വല്പം എലിവേറ്റ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് സൂപ്പർ എലിവേഷൻ, ബാങ്കിങ് അല്ലെങ്കിൽ കാൺ എന്ന് പറയുന്നത്. സൂപ്പർ എലിവേഷൻ E=V²/GR. ഇതാണ് സൂപ്പർ എലിവേഷൻ കാണാനുള്ള ഫോർമുല. ഇവിടെ വിയുടെ വാല്യൂ മീറ്റർ പെർ സെക്കൻഡിലാണ്, R റേഡിയസ് ഓഫ് കർവ് ഇൻ മീറ്റർ, G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മുടെ ക്വസ്റ്റ്യനിൽ വിയുടെ വാല്യൂ കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫോർമുല എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. E=V കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5/18 × V ദ ഹോൾ സ്ക്വയർ ബൈ 9.81 × R. ഇത് ചെയ്യുമ്പോൾ V²/127R എന്ന ഫോർമുല മാറ്റി എഴുതാം. ക്വസ്റ്റ്യനിൽ ഡിസൈൻ സ്പീഡ് 100 km/h എന്ന് തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് കർവ് 1000 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 100² / 127 × 1000. ഇനി നമുക്ക് ആൻസർ വേണ്ടത് പെർസെൻറ്റേജിലാണ്. സോ മൾട്ടിപ്ലൈ ബൈ 100, 1000/127% എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് എ ഡംബി ലെവൽ? സെറ്റിംഗ് അപ്പ്, ലെവലിംഗ് അപ്പ്, എലിമിനേഷൻ ഓഫ് പാരലാക്സ്. ഇത് മൂന്നും ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെൻറ്ററിങ്. Question number 78. Among the following, which represents the irrigation capacity of a unit of water? ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് എ യൂണിറ്റ് ഓഫ് വാട്ടർ എന്നാണ്. അതായത് ഏരിയ ഇറിഗേറ്റഡ് പെർ യൂണിറ്റ് ഓഫ് വാട്ടർ. നമുക്ക് ഓരോ ഓപ്ഷൻസും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി. വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി മീൻസ് ഫീൽഡിൽ അപ്ലൈ ചെയ്ത വാട്ടറിൻ്റെ എത്ര പെർസെൻറ്റേജ് റൂട്ട് സോണിൽ സ്റ്റോർ ചെയ്തു എന്നാണ്. അതായത് ആപ്ലിക്കേഷൻ എഫിഷ്യൻസി =, വാട്ടർ സ്റ്റോർഡ് ഇൻ ദ റൂട്ട് സോൺ ഡിവൈഡ് ബൈ വാട്ടർ ഡെലിവേർഡ് ടു ദ ഫാം. സെക്കൻഡ് വൺ കൺസെപ്റ്റീവ് യൂസ് എഫിഷ്യൻസി. ഒരു ക്രോപ്പിന് ഇവാപ്പോ ട്രാൻസ്പിരേഷനും മെറ്റബോളിക് ആക്ടിവിറ്റിക്കും കൂടി വേണ്ട വാട്ടറിൻ്റെ എമൗണ്ടിനെയാണ് കൺസെപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി കൺസെപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ നെറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഡിപ്ലീറ്റഡ് ഫ്രം റൂട്ട് സോൺ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കൺസെപ്റ്റീവ് യൂസ് എഫിഷ്യൻസി. അതായത് ഒരു ക്രോപ്പിന് മെറ്റബോളിക് ആക്ടിവിറ്റിക്കും ഇവാപ്പോ ട്രാൻസ്പിരേഷനും കൂടി വേണ്ട വാട്ടറിൻ്റെ എമൗണ്ട് ഡിവൈഡ് ബൈ സോയിൽ റൂട്ട് സോണിൽ നിന്ന് നഷ്ടപ്പെട്ട വാട്ടറിൻ്റെ എമൗണ്ട്. തേർഡ് വൺ ഡ്യൂട്ടി. ഡ്യൂട്ടി മീൻസ് ഒരു ക്രോപ്പിൻ്റെ എൻ്റെ ബേസ് പീരീഡിൽ 1 cubic വാട്ടർ ത്രൂ ഔട്ട് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്ര ഹെക്ടർ ഏരിയ ഇറിഗേറ്റ് ചെയ്യാം, അതാണ് ഡ്യൂട്ടി. ഇനി ഫോർത്ത് വൺ ഡെൽറ്റ. ഒരു ക്രോപ്പിൻ്റെ എൻ്റെ ബേസ് പീരീഡിൽ വേണ്ട ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് എ യൂണിറ്റ് ഓഫ് വാട്ടർ എന്നാണ്. ഇവിടുത്തെ ആൻസർ ഏതാപ്പോൾ വരുന്നത്? ഓപ്ഷൻ സി, ഡ്യൂട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 79. വാട്ട് ഈസ് ദ മാക്സിമം സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഓഫ് സിൽറ്റ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. പാർട്ടിക്കിൾ സൈസിൻ്റെ ബേസിസിൽ സോയിലിനെ വെരി കോഴ്സ് സോയിൽ, കോഴ്സ് സോയിൽ, ഫൈൻ സോയിൽ എന്നിങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. സൈസ് മോർ ദാൻ 80 mm ആണ് വെരി കോഴ്സ് സോയിൽ, 80 mm to 75 micron കോഴ്സ് സോയിൽ, ലെസ് ദാൻ 75 micron ഫൈൻ സോയിൽ. വെരി കോഴ്സ് സോയിൽ കോബിള്, ബൗൾഡർ എന്നിങ്ങനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ കോഴ്സ് സോയിലിന് ഗ്രാവല്, സാൻഡ്, ഫൈൻ സോയിൽ, സിൽറ്റ്, ക്ലേ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും സൈസ് ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. മോർ ദാൻ 300 mm ആണെങ്കിൽ ബൗൾഡർ, 80 to 300 mm കോബിള്. ഗ്രാവല് തന്നെ കോഴ്സ് ഗ്രാവലും ഉണ്ട്, ഫൈൻ ഗ്രാവലും ഉണ്ട്. 20 to 80 mm ആണെങ്കിൽ കോഴ്സ്, 4.75 to 20 mm ആണെങ്കിൽ ഫൈൻ ഗ്രാവൽ. ഇതുപോലെ സാൻഡിനെ കോഴ്സ്, മീഡിയം, ഫൈന് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യാം.
coarse sand 2 to 4.75 mm, medium sand 0.425 to 2 mm, fine sand 0.075 mm to 0.425 mm. ഇതുപോലെ ഫൈൻ സോയിൽ വരുന്നതാണ് സിൽട്ടും ക്ലേയും. സിൽട്ടിൻ്റെ റേഞ്ച് 0.002 mm ടു 0.075 mm ആണ്. ക്ലേയുടേത് ലെസ് ദാൻ 0.002 mm. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സിൽട്ട് പാർട്ടിക്കിളിൻ്റെ മാക്സിമം സൈസാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് സിൽട്ടിൻ്റെ റേഞ്ച് 0.002 mm ടു 0.075 mm ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 0.075 mm ഏറ്റവും അടുത്തുള്ള വാല്യൂ 0.06 mm ആണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 0.06 mm. ക്വസ്റ്റ്യൻ നമ്പർ 80. നെയിം ദ വെൽ ഫ്രം വിച്ച് വാട്ടർ ഫ്ലോസ് ഓട്ടോമാറ്റിക്കലി അണ്ടർ പ്രഷർ. ഓപ്ഷൻസ് ഇൻഫിൽട്രേഷൻ വെൽ, ആർട്ടീഷ്യൻ വെൽ, ഫ്ലോയിങ് വെൽ, ട്യൂബ് വെൽ. ഇതിൻ്റെ ആൻസർ പറയുന്നതിന് മുന്നേ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. റിവർ ബാങ്ക്സിൽ അതിൻ്റെ സബ്സർഫസിൽ കൂടി സീപ്പ് ചെയ്ത് പോകുന്ന വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഷാളോ വെൽസിനെയാണ് ഇൻ്റർസെപ്ഷൻ വെൽസ് അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ വെൽസ് എന്ന് പറയുന്നത്. ജനറലി അതിൻ്റെ ബോട്ടം ഓപ്പൺ ആയിരിക്കും, ടോപ്പ് കവേർഡ് ആയിരിക്കും. സെക്കൻഡ് വൺ ആർട്ടീഷ്യൻ വെല്ല്. ഒരു കൺഫൈൻഡ് അക്യുഫറിൽ കൂടി എക്സ്കവേറ്റ് ചെയ്യുന്ന വെല്ലിനെയാണ് ആർട്ടീഷ്യൻ വെല്ലെന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ ടോപ്പോഗ്രഫി ഓഫ് ദ ഏരിയ ആർട്ടീഷ്യൻ വെല്ലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഫ്ലോയിങ് ആർട്ടീഷ്യൻ വെല്ലും നോൺ ഫ്ലോയിങ് ആർട്ടീഷ്യൻ വെല്ലും. ഒരു ഏരിയയുടെ പ്രഷർ സർഫസ് ഗ്രൗണ്ട് സർഫസിനേക്കാൾ എബോവ് ആണെങ്കിൽ ആർട്ടീഷ്യൻ വെല്ലിൽ നിന്ന് വാട്ടർ സർഫസിനേക്കാൾ ഒരു ഹൈറ്റിൽ റൈസ് ചെയ്യും. അത്തരം ആർട്ടീഷ്യൻ വെൽസിനെയാണ് ഫ്ലോയിങ് ആർട്ടീഷ്യൻ വെൽസ് എന്ന് പറയുന്നത്. പ്രഷർ സർഫസ് ഗ്രൗണ്ട് സർഫസിനേക്കാൾ ബിലോ ആണെങ്കിൽ ആർട്ടീഷ്യൻ വെല്ലിൽ നിന്ന് വാട്ടർ ലിഫ്റ്റ് ചെയ്യാൻ പമ്പ് വേണം. അത്തരം ആർട്ടീഷ്യൻ വെൽസിനെയാണ് നോൺ ഫ്ലോയിങ് ആർട്ടീഷ്യൻ വെൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ട്യൂബ് വെല്ല്. ട്യൂബ് വെൽ എന്താണെന്ന് നമുക്കറിയാം. ലാർജ് ക്വാണ്ടിറ്റി വാട്ടർ ഡിസ്ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വാട്ടർ വെല്ലാണ് ട്യൂബ് വെല്ല്. അതൊരു ലോങ് പൈപ്പാണ്, ഒന്നിലധികം വാട്ടർ ബെയറിംഗ് സ്ട്രാറ്റത്തിൽ കൂടി പാസ് ചെയ്യും. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വെൽ ഫ്രം വിച്ച് വാട്ടർ ഫ്ലോസ് ഓട്ടോമാറ്റിക്കലി അണ്ടർ പ്രഷർ എന്നാണ്. അതായത് ഫ്ലോസ് ഓട്ടോമാറ്റിക്കലി എന്നും പറയുന്നു, പ്രഷറിലാണ് ഫ്ലോ ചെയ്യുന്നതെന്നും പറയുന്നു. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഫ്ലോയിങ് വെൽ. ഫ്ലോയിങ് വെല്ലിലാണ് ഒരു പ്രഷറിൽ ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഫ്ലോയിങ് വെല്ലിലാണ്. ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 81. Which among the following is the back bearing of north 30 degree east? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ലൈനിൻ്റെ ഫോർ ബെയറിംഗ് ആണ്, അതും ക്വാഡ്രൻ്റൽ സിസ്റ്റത്തിലാണ് തന്നിരിക്കുന്നത്. നോർത്ത് 30 ഡിഗ്രി ഈസ്റ്റ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂ. അതായത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ ഈ ക്വാഡ്രൻ്റ് ആണ് വരുന്നത്. നോർത്തിൽ നിന്ന് 30 ഡിഗ്രിയിലാണ്. ഇതാണ് നമ്മുടെ ലൈൻ. നോർത്തിൽ നിന്ന് 30 ഡിഗ്രി ഈസ്റ്റിലോട്ടാണ് നമ്മുടെ ലൈൻ വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ ലൈനിൻ്റെ ബാക്ക് ബെയറിംഗ് ആണ്. ഈ ലൈനിൻ്റെ ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ലാസ്റ്റ് എൻഡ് പോയിന്റിൽ ഒരു ക്വാഡ്രൻ്റൽ ബെയറിംഗ് സിസ്റ്റം കൺസിഡർ ചെയ്യുക. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ക്വാഡ്രൻ്റൽ ബെയറിംഗ് സിസ്റ്റത്തിൽ ഈ ലൈനിൻ്റെ ബാക്ക് ബെയറിംഗ് എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. സൗത്ത് 30 ഡിഗ്രി വെസ്റ്റ് ആണ് ഈ ലൈനിൻ്റെ ബാക്ക് ബെയറിംഗ്. ക്വാഡ്രൻ്റൽ ബെയറിംഗ് സിസ്റ്റത്തിൽ ഫോർ ബെയറിംഗ് അല്ലെങ്കിൽ ബാക്ക് ബെയറിംഗ് ഏതെങ്കിലും ഒന്ന് തന്നിട്ട് അടുത്തത് എഴുതാൻ പറയുകയാണെങ്കിൽ നോർത്തിന് പകരം സൗത്ത് എഴുതുക, ഈസ്റ്റിന് പകരം വെസ്റ്റ് എഴുതുക. അതുപോലെ തിരിച്ചും സൗത്താണ് തന്നിരിക്കുന്നതെങ്കിൽ സൗത്തിന് പകരം നോർത്ത് എഴുതുക, വെസ്റ്റാണ് തന്നിരിക്കുന്നതെങ്കിൽ വെസ്റ്റിന് പകരം ഈസ്റ്റ് എഴുതുക. തന്നിരിക്കുന്ന ആംഗിൾ അതുപോലെ എഴുതുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് തന്നിരുന്ന ക്വസ്റ്റ്യനിൽ നോർത്ത് 30 ഡിഗ്രി ഈസ്റ്റ് എന്നായിരുന്നു ഫോർ ബെയറിംഗ്. അതിൻ്റെ ബാക്ക് ബെയറിംഗ് എഴുതിയപ്പോൾ എന്താ വന്നത്? സൗത്ത് 30 ഡിഗ്രി വെസ്റ്റ്. നമുക്ക് നോർത്തിന് പകരം സൗത്തായി, ഈസ്റ്റിന് പകരം വെസ്റ്റായി. ആൻസർ ഓപ്ഷൻ ഡി, സൗത്ത് 30 ഡിഗ്രി വെസ്റ്റ്. Question number 82. Among the following, by which method efficiency of a sedimentation tank can be increased for a given discharge? Answer option C, by increasing the area of the tank. For a cantilever beam of length L,
what bending moment at free end would produce a deflection equal to that produced by a concentrated load W at free end? ഒരു ക്യാൻഡിലിവറിൻ്റെ ഫ്രീ എൻഡിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് കാരണം ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആ കോൺസെൻട്രേറ്റഡ് ലോഡിന് പകരം എത്ര ബെൻഡിങ് മൊമെൻറ്റ് കൊടുക്കണം എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഒരു ക്യാൻഡിലിവർ ബീമിൻ്റെ എൻഡിൽ മൊമെൻറ്റ് എം കൊടുക്കുമ്പോൾ ഫ്രീ എൻഡിലുണ്ടാവുന്ന ഡിഫ്ലക്ഷനാണ് mL²/2EI. ഇനി ഫ്രീ എൻഡിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനാണ് WL3/3EI. ഈ രണ്ട് ഡിഫ്ലക്ഷനും ഈക്വൽ ആണെന്ന് എടുത്താൽ mL²/2EI WL3/3EI എന്ന് എഴുതാം. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 2/3 × WL. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എത്ര മൊമെൻറ്റ് വേണമെന്നാണ്. ഫ്രീ എൻഡിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് W കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനും മൊമെൻറ്റ് M = 2/3 WL കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2/3 WL. Question number 84. If buckling of sand is not taken into account for the volumetric proportioning of concrete, what will be the result? Answer option D. Less quantity of concrete per bag of cement will be produced. Question number 85. In which direction resultant force will shift by providing a top width of roadway and freeboard in elementary profile of gravity dam for full reservoir condition? Elementary profile means ഒരു theoretical cross section of dam ആണ്. Assume that only 3 forces are acting on the dam: self weight, uplift pressure, water pressure. ഗ്രാവിറ്റി ഡാമിൻ്റെ എലമെൻ്ററി പ്രൊഫൈലിൽ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു എലമെൻ്ററി പ്രൊഫൈൽ ഗ്രാവിറ്റി ഡാമിൽ ഫ്രീ ബോർഡും ടോപ്പ് വിഡ്ത്തും കൊടുക്കുകയാണെങ്കിൽ ഫുൾ റിസർവർ കണ്ടീഷനിൽ റിസൾട്ടൻ്റ് ഏത് ഡയറക്ഷനിൽ ഷിഫ്റ്റ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഹീൽ ഡയറക്ഷനിലോട്ടായിരിക്കും റിസൾട്ടൻ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഷിഫ്റ്റ് ടുവേർഡ്സ് ഹീൽ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two simply supported beams A and B of same width have identical loading. What is the ratio of strength of beam A divided by strength of beam B if beam A has depth double that of beam B? രണ്ട് സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് ഉണ്ട്. രണ്ടിൻ്റെയും വിഡ്ത്ത് സെയിം ആണ്, ലോഡിങ് കണ്ടീഷനും സെയിം ആണ്. ഡിഫറൻസ് ഉള്ളത് ഡെപ്തിലാണ്. ബീം ബിയുടെ ഡെപ്തിൻ്റെ 2 ടൈംസ് ആണ് ബീം എയുടെ ഡെപ്ത്. M/I = F/Y = E/R. ഇതാണ് ഫ്ലെക്ചറൽ ഫോർമുല. M മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ സെക്ഷൻ, I മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ന്യൂട്രൽ ആക്സിസ്, F ബെൻഡിങ് സ്ട്രെസ്, Y പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ ആക്സിസ്, E മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, R റേഡിയസ് ഓഫ് കർവ്. ഇതിൽ നിന്നും M = F × I/Y എന്ന് എഴുതാം. I/Y ഈസ് സെക്ഷൻ മോഡുലസ് Z. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് M = F × Z. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് സെക്ഷൻ മോഡുലസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. സെക്ഷൻ മോഡുലസ് കൂടുകയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കൂടും. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കൂടുക എന്ന് വെച്ചാൽ കൂടുതൽ ആ ഒരു സെക്ഷന് കൂടുതൽ മൊമെൻ്റ് റെസിസ്റ്റ് ചെയ്യാൻ കഴിയും. അതായത് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കൂടുക എന്ന് വെച്ചാൽ ആ ഒരു സെക്ഷൻ്റെ സ്ട്രെങ്ത് കൂടുന്നു. ഒരു റെക്ടാങ്കുലർ സെക്ഷൻ, വിഡ്ത്ത് B, ഡെപ്ത് D. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ന്യൂട്രൽ ആക്സിസ് I = BdQ/12. ന്യൂട്രൽ ആക്സിസിൽ നിന്നും എക്സ്ട്രീം ഫൈബറിലേക്കുള്ള മാക്സിമം ഡിസ്റ്റൻസ് Ymax = D/2. സ്ട്രെങ്ത് ഓഫ് ബീം ഈസ് പ്രൊപ്പോർഷണൽ ടു മാക്സിമം സെക്ഷൻ മോഡുലസ് Zmax. Zmax is equal to I/Ymax. That's equal to BdQ/12 divided by D/2. Z becomes equal to BD²/6. ഈ രണ്ട് ബീമിലും ലോഡിംഗ് കണ്ടീഷൻ സെയിം ആണ്. സോ ബെൻഡിങ് സ്ട്രെസ് സെയിം ആയിരിക്കും രണ്ട് ബീമിൻ്റെയും. ഇപ്പോൾ സ്ട്രെങ്ത് ഓഫ് ബീം A/ സ്ട്രെങ്ത് ഓഫ് ബീം BA ZA/ZB എന്ന് എഴുതാം. ZA/ZB = ഡെപ്ത് ഓഫ് എയുടെ സ്ക്വയർ ബൈ ഡെപ്ത് ഓഫ് ബിയുടെ സ്ക്വയർ. ഡെപ്ത് ഓഫ് A ഈസ് 2 ടൈംസ് ഡെപ്ത് ഓഫ് B. അപ്പോൾ ZA/ZB = 2D² എന്നാവും. ദാറ്റ്സ് ഈക്വൽ ടു 4. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്ട്രെങ്ത് ഓഫ് ബീം A/ സ്ട്രെങ്ത് ഓഫ് ബീം B = 4, ഓപ്ഷൻ B. What is the least count of a transit theodolite?
Answer option D, 20 seconds. Next question. Steel rod of length 20 meter at 30 degrees Celsius is heated up to 40 degrees Celsius. What is the temperature stress developed if the expansion is prevented? Given alpha equal to 12 into 10 raised to minus 6 per degree Celsius, E equal to 2 into 10 raised to 5 Newton per mm square. Temperature stress in the value ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. Change in length due to temperature stress delta L equal to alpha L into Tm minus T0. Delta L by L is temperature strain, that's equal to alpha into Tm minus T0. Stress is equal to strain into modulus of velocity. ഇപ്പോൾ temperature stress എന്താവും? Temperature stress sigma equal to alpha into Tm minus T0 into E. ക്വസ്റ്റ്യനിൽ T0യുടെ വാല്യൂ 30 ഡിഗ്രി സെൽഷ്യസ് എന്നും Tmൻ്റെ വാല്യൂ 40 ഡിഗ്രി സെൽഷ്യസ് എന്നും തന്നിട്ടുണ്ട്. അതുപോലെ ആൽഫയുടെ വാല്യൂവും ഇയുടെ വാല്യൂവും തന്നിട്ടുണ്ട്. ആൽഫ 12 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 6 പെർ ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 40 മൈനസ് 30 ഇൻറ്റു 2 ഇൻറ്റു 10 റൈസ് ടു 5 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 24 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ക്വസ്റ്റ്യൻ നമ്പർ 89. What will be the deflection at the center of a simply supported beam of rectangular cross section if the depth is doubled for the same load W? ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ലെന്ത് L, സെൻറ്ററിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് P വരുവാണെങ്കിൽ ഡിഫ്ലക്ഷൻ അറ്റ് സെൻറ്റർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഈക്വൽ ടു PL³ by 48 EI. ഇതാണ് ഈ ഫസ്റ്റ് ഇക്വേഷൻ. കോൺസെൻട്രേറ്റഡ് ലോഡ് സെൻറ്ററിൽ വരുമ്പോൾ ഉള്ള ഡിഫ്ലക്ഷനാണ് PL³ by 48 EI. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL വരുമ്പോൾ സെൻറ്ററിലുള്ള ഡിഫ്ലക്ഷനാണ് 5WL⁴ by 384 EI. ഈ രണ്ട് കേസിലും ഡിഫ്ലക്ഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു I. I ഈസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ക്രോസ് സെക്ഷൻ. ക്വസ്റ്റ്യനിൽ ലോഡിംഗ് കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഡെപ്ത് ഡബിൾ ചെയ്യുമ്പോഴുള്ള ഡിഫ്ലക്ഷൻ എത്രയെന്നാണ് വേണ്ടത്. ഡെൽറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു I. ഡെൽറ്റ 1 by ഡെൽറ്റ 2 ഈക്വൽ ടു 2D³ by D³ ദാറ്റ്സ് ഈക്വൽ ടു 8. നമുക്ക് വേണ്ടത് സെക്കൻഡ് കേസിലുള്ള ഡിഫ്ലക്ഷനാണ്. സോ ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 by 8. 1/8 ഫസ്റ്റ് കേസാണ് സെക്കൻഡ് കേസിലുള്ള ഡിഫ്ലക്ഷൻ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1/8 ഓഫ് ഫസ്റ്റ് കേസ്. If K is the bulk modulus, E is the Young's modulus and N is the shear modulus, then which is the relation to find out Poisson's ratio 1/m? Poisson's ratio 1/m കാണേണ്ട ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. Poisson's ratio 1/m ഈക്വൽ ടു mu എന്ന് അസ്യൂം ചെയ്യുക. E modulus of velocity, K bulk modulus, N modulus of rigidity. Modulus of velocity Eയും modulus of rigidity Nനും തമ്മിലുള്ള റിലേഷൻ E ഈക്വൽ ടു 2n into 1 plus mu. അതുപോലെ modulus of velocityയും ബൾക്ക് മോഡുലസും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, E ഈക്വൽ ടു 3k into 1 minus 2 mu. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മ്യൂവിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യുക. E ഈക്വൽ ടു 2n into 1 plus mu ഈക്വൽ ടു 3k into 1 minus 2 mu. സോൾവ് ചെയ്ത് വരുമ്പോൾ 2n plus 6k into mu ഈക്വൽ ടു 3k minus 2n എന്ന് കിട്ടും. അതായത് mu ഈക്വൽ ടു 3k minus 2n by 2n plus 6k. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. Poisson's ratio mu equal to 3k minus 2n divided by 2n plus 6k. Question number 91. If three coplanar concurrent forces are acting at a point are in equilibrium, of which two of them are collinear, then what is the magnitude of third force which is acting at an angle theta with the other two forces? മൂന്ന് ഫോഴ്സസ് അത് കോപ്ലാനർ ആണ്, കൺകറൻ്റ് ആണ്. അതിൽ രണ്ട് ഫോഴ്സസ് കൊളീനിയർ ആണ്. അപ്പോൾ എന്താണ് കോപ്ലാനർ? ഫോഴ്സസ് ഒരേ പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ കോപ്ലാനർ എന്ന് പറയും. കൺകറൻറ്റ് ഫോഴ്സിൽ എല്ലാ ഫോഴ്സിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഒരു കോമൺ പോയിന്റ് കൂടി പാസ് ചെയ്യും. ഇനി കൊളീനിയർ മീൻസ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് ഒരേ ലൈനിലായിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് മൂന്ന് ഫോഴ്സസ് കോപ്ലാനർ ആണ്, അതായത് മൂന്നും ഒരേ പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇനി കൺകറൻ്റ് ആണ്, അതായത്
മൂന്നിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഒരു കോമൺ പോയിന്റ് കൂടി പാസ് ചെയ്യുന്നു. ഇനി അതിൽ 2 ഫോഴ്സസ് കൊളീനിയർ ആണ്. ഈ ഫോഴ്സ് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. തേർഡ് ഫോഴ്സ് ഫസ്റ്റ് 2 ഫോഴ്സുമായിട്ട് θ° ആംഗിളിലാണ് ആക്ട് ചെയ്യുന്നത്. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ സിഗ്മ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0, സിഗ്മ വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0. ഇതാണ് 2 ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. θ° ആക്ട് ചെയ്യുന്ന തേർഡ് ഫോഴ്സിനെ റിസോൾവ് ചെയ്യുമ്പോൾ അതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കാണും, വെർട്ടിക്കൽ കമ്പോണൻറ്റ് കാണും. ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റിനെ ബാലൻസ് ചെയ്യാൻ ഇതിൽ വേറെ ഫോഴ്സ് ഒന്നുമില്ല. സോ തേർഡ് ഫോഴ്സ് എന്തായാലും 0 ആയിരിക്കണം, ഇല്ലെങ്കിൽ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവത്തില്ല. തേർഡ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. ആൻസർ ഓപ്ഷൻ എ. വെർ ഈസ് ദ കീ സ്റ്റോൺ ഓഫ് ആൻ ആർച്ച് ബീങ് പ്ലേസ്ഡ്? ഒരു ആർച്ചിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ആർച്ചിൻ്റെ ഇന്നർ കർവിനെ ഇൻട്രാഡോസ് എന്ന് പറയും, എക്സ്റ്റേണൽ കർവിനെ എക്സ്ട്രാഡോസ് എന്ന് പറയും. ഇനി ആർച്ചിൻ്റെ അണ്ടർ സൈഡിനെ പറയുന്നതാണ് സോഫിറ്റ്. ഇന്നർ കർവ് ഓഫ് ആർച്ച് ഈസ് കോൾഡ് ഇൻട്രാഡോസ്, external curve of arch is called extrados. And ആർച്ചിൻ്റെ അണ്ടർസൈഡിനെ സോഫിറ്റ് എന്ന് പറയും. ആർച്ചിൻ്റെ എൻഡ് സപ്പോർട്ടാണ് അബട്ട്മെൻറ്റ്. ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ഈസ് കോൾഡ് പിയർ. ഇൻക്ലൈൻഡ് ഓർ സ്പ്ലേഡ് സർഫസ് ഓഫ് ആൻ അബട്ട്മെൻറ്റ് ഈസ് കോൾഡ് സ്ക്യൂ ബാക്ക്. കർവ് ഓഫ് ആർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് സ്പ്രിങ്ങിങ് പോയിന്റ് എന്ന് പറയുന്നത്. 2 സ്പ്രിങ്ങിങ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ലൈനിനെ സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയും. 2 എൻഡ് സപ്പോർട്ട് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ സ്പാൻ എന്ന് പറയും. ഇതാണ് സ്പാൻ. ഇനി സ്പ്രിങ്ങിങ് ലൈനും ഇൻട്രാഡോസിൻ്റെ ഹയസ്റ്റ് പോയിന്റും തമ്മിലുള്ള ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് റൈസ്. ഇൻട്രാഡോസും എക്സ്ട്രാഡോസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഡെപ്ത് ഓഫ് ആർച്ച്. ഹയസ്റ്റ് പോയിന്റ് ഓഫ് എക്സ്ട്രാഡോസ് ആണ് ക്രൗണ്. ക്രൗൺ റീജിയനിൽ വരുന്ന വൗസറിനെയാണ് കീ സ്റ്റോൺ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യനിൽ കീ സ്റ്റോണിൻ്റെ പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, ക്രൗൺ. വാട്ട് ഈസ് മെഷർഡ് യൂസിങ് എ വെഞ്ചുറിമീറ്റർ? വെഞ്ചുറിമീറ്റർ യൂസ് ചെയ്യുന്നത് ഡിസ്ചാർജ് മെഷർ ചെയ്യാനും ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് മെഷർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡിസ്ചാർജ്. ക്വസ്റ്റ്യൻ നമ്പർ 94. വാട്ട് വിൽ ബി ദ എലോങ്ങേഷൻ ഓഫ് പ്രിസ്മാറ്റിക് ബാർ ഓഫ് ലെങ്ത് L, ക്രോസ് സെക്ഷണൽ ഏരിയ A, ഹാങ്ങിങ് വെർട്ടിക്കലി അണ്ടർ ഇറ്റ്സ് ഓൺ വെയ്റ്റ് W? ഡിഫ്ലക്ഷൻ ഡ്യൂ ടു സെൽഫ് വെയ്റ്റ് കാണാനുള്ള ഫോർമുല WL/2AE ആണ്. അതായത് ഓപ്ഷൻ സി. ഒരു സിലിണ്ടറിക്കൽ റോഡിൻ്റെ സെൽഫ് വെയ്റ്റ് കാണുമുള്ള എലോങ്ങേഷൻ L²/2E ആണ്. കോണിക്കൽ റോഡിന് L/6E. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ഹൈഡ്രോ ഇലക്ട്രിക് സ്കീം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ടു ക്യാരി വാട്ടർ ഫ്രം സ്റ്റോറേജ് റിസർവർ ടു ദ പവർ ഹൗസ്? സ്റ്റോറേജ് റിസർവറിൽ നിന്നും പവർ ഹൗസിലോട്ട് വാട്ടർ കൊണ്ടുപോകുന്ന ഹൈ പ്രഷർ പൈപ്പിനെയാണ് പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, പെൻസ്റ്റോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 96. വാട്ട് ഈസ് ദ നോമിനൽ സൈസ് ഓഫ് സ്റ്റാൻഡേർഡ് ബ്രിക്ക്? സ്റ്റാൻഡേർഡ് ബ്രിക്കിൻ്റെ നോമിനൽ സൈസ് 20/10/10 സെൻറ്റിമീറ്റർ ആണ്. മോട്ടാർ തിക്നെസ്സും കൂടി ചേർത്താണ് നോമിനൽ സൈസ് പറയുന്നത്. ഒരു ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് 19/9/9 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് വിൽ ബി ദ എലമെൻ്ററി പ്രൊഫൈൽ ഓഫ് എ ഗ്രാവിറ്റി ഡാം? ഒരു ഗ്രാവിറ്റി ഡാമിൻ്റെ എലമെൻ്ററി പ്രൊഫൈൽ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഒരു ഗ്രാവിറ്റി ഡാമിൻ്റെ എലമെൻ്ററി പ്രൊഫൈൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ട്രയാങ്കുലർ ഇൻ സെക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 98. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. വേർ ഈസ് ദ ടെൻഷൻ സ്റ്റീൽ ഈസ് പ്രൊവൈഡഡ് ഇൻ എ 2-way സ്ലാബ്? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. What is a graph showing variation of discharge with time at a particular point of a stream? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹൈഡ്രോഗ്രാഫ്. For a redundant frame, if number of members is m and number of joints is j, then which of the following relation will be satisfied? For redundant frame, number of members m is greater than 2j minus 3. Answer is option A, m greater than 2j minus 3. Penetration test on bitumen is used for determining its option A grade, option B ductility, option C viscosity, option D none of this. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.